മേയർ എം.എൽ.എ ദമ്പതികളും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് നൽകിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. കേശവദാസുപുരം മുതലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. കെ.എസ്.ആർ.ടി.സി വിജിലൻസ് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, ഇപ്പോൾ യദുവിനോട് ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർ നടപടി സാവകാശം മതിയെന്ന ആലോചന എന്തുകൊണ്ടാണ്? വേണു, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ഇതിൽ വാദിഭാഗത്ത് നിൽക്കുന്നത് MLA-യും ഒപ്പം തന്നെ മേയറുമാണ്. പക്ഷേ ഒരു സാധാരണ ഡ്രൈവർക്ക് അതുമൂലമുള്ള നീതി എന്തായാലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ കേസിൽ പക്ഷം ചേരാനില്ല എന്നുള്ളതാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് ശേഷം സത്യസന്ധമായ റിപ്പോർട്ട് മാത്രം സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ സംഭവം മേയർ ഈ ഗതാഗത മന്ത്രി നേരിട്ട് വിളിച്ചു പറയുകയായിരുന്നു ഈ സംഭവ ദിവസം. അതിനുശേഷം അന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചതെങ്കിൽ അതിനുശേഷമാണ് പിന്നീട് അത് തിരുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകിയാൽ മതി, അതങ്ങനെ വേഗത്തിൽ വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തിയത്. പക്ഷേ ആ വേഗത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് അനന്തമായി വൈകിപ്പിക്കരുത്. സത്യസന്ധമായ റിപ്പോർട്ടായിരിക്കണം. കേശവദാസപുരം മുതൽ പട്ടം വരെ സംഭവം നടന്ന ആ സ്ഥലം വരെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണം. മാത്രമല്ല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി പഠിച്ച് പോലീസുമായി സഹകരിച്ച് വേണം ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുകൂടി പറയുന്നു. അതിനുശേഷമാകും ഏതെങ്കിലും തരത്തിൽ നടപടിയോ മറ്റോ കൈക്കൊള്ളുന്നെങ്കിൽ ആ നടപടി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം അതൊരു ഏകപക്ഷീയമായ നടപടിയായി ചുരുങ്ങില്ല എന്നുകൂടി ഈ മന്ത്രിയുടെ ഓഫീസ് ഉറപ്പ് നൽകുന്നുണ്ട്. കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം സമർപ്പിച്ചാൽ മതി, അതിനാണ് ഈ സാവകാശം എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. വേണു, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.